ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹിസ് ലൈഫ്. ഇന്നത്തെ ഇതൊരു ഹെയർ കെയറിന്റെ വീഡിയോ ആണ് കേട്ടോ. ഹെയർ കെയറിന്റെ വീഡിയോ പറഞ്ഞാൽ നമ്മളൊരു ഹെയർ ഓയിലാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് കേട്ടോ. 1/2 ലിറ്റർ പ്യൂർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വീട്ടിൽ തന്നെ ആട്ടിയെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ അപ്പൊ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും പാകത്തിന് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. 1/2 ലിറ്റർ എണ്ണ വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ എണ്ണ ചൂടാറി ഒരു ബോട്ടിൽ. പലരും പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഒരുപാട് എണ്ണകളും ഇൻഗ്രീഡിയൻസുകളും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് അല്ലേ. എന്നിട്ടും നമുക്ക് ഫലമൊന്നും ഉണ്ടാവാറില്ല. ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്കത് ഫലം കാണും, പിന്നെ അത് നമ്മുടെ പഴയ രീതിക്ക് തന്നെ മാറിപ്പോവാറുണ്ട് അല്ലേ. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് പറയാം. ഒന്നുകിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഒന്നുകിൽ എന്നല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഭാഗം തന്നെയാണ് അത് കേട്ടോ. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡും നമ്മുടെ ഉറക്കവും നമ്മൾ അനുഭവിക്കുന്ന ഡ്രസ്സും എല്ലാം അതിൽ പെടും. മെയിനായിട്ട് പറയുന്നത് ഉറക്കം തന്നെയാണ്. ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. ഫുഡ് കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഫുഡാണ് തോന്നിയിട്ട് ഒരുപാട് കഴിക്കാൻ നിൽക്കരുത്. അതിന്റെ അളവ് കുറച്ച് കുറച്ച് വന്നിട്ട് മിതമായ രീതിയിൽ എല്ലാ ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ല ഫുഡ് ഇന്ന് കിട്ടിയിട്ടുണ്ട്, അപ്പൊ ഇന്ന് മൊത്തമായിട്ട് അത് ഫുള്ളും അകത്താക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിക്കരുത്. അതുപോലെ തന്നെയാണ് വെള്ളം കുടിക്കുന്ന കാര്യങ്ങൾ. വെള്ളം ഞാനൊരു കപ്പ് മൊത്തമായിട്ട് കുടിച്ചു തീർത്തു, അല്ലെങ്കിൽ ഒരു ബോട്ടിൽ ഫുള്ളുള്ള വെള്ളം ഞാൻ കുടിച്ചു തീർത്തിട്ടുണ്ട് ഇന്നൊരു ദിവസം എന്ന് പറയുന്നതിനെക്കാട്ടിലും ബെറ്റർ. നമുക്ക് ആവശ്യത്തിനുള്ള, നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള വെള്ളം ഒരു ദിവസത്തിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് 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 അളവ് കുറഞ്ഞ രീതിയിൽ സിപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും കുടിച്ചു തീർക്കാൻ പറ്റുന്ന രീതിയിൽ അത് കുടിച്ചു തീർക്കുക. അല്ലാതെ ഒരുമിച്ച് തന്നെ ഒരേ സമയം തന്നെ അത് കുടിച്ചു തീർക്കാതിരിക്കുക കേട്ടോ. കാരണം എന്താണെന്നോ, ഒരുപാട് ഫുഡുകൾ ഒരുമിച്ച് കഴിക്കുമ്പോഴും ഒരുപാട് വെള്ളം ഒരുമിച്ച് കുടിക്കുമ്പോഴും നമ്മുടെ വയറ് കൂടി നമ്മുടെ ബോഡി ഫിറ്റിനെ അത് ബാധിക്കും. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്കൊക്കെ ചെയ്യേണ്ടി വരും. എക്സസൈസും കൂടുതലായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കേണ്ടി വരും നമ്മുടെ ബോഡി പഴയതുപോലെ ഫിറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട്. അതിലേറെ നല്ലത് നമ്മൾ നല്ല രീതിയിൽ കുറച്ച് കുറച്ച് ഭക്ഷണം, അതിൽ കുറച്ച് കുറച്ച് വെള്ളമായാലൊക്കെ മിതമായ രീതിയിൽ കഴിക്കുന്നതല്ലേ. കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, വയറ്റിലുണ്ടാകുന്ന സമയത്ത്, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അമ്മമാർ നമ്മൾ കെയർ ചെയ്യാറുണ്ട് അല്ലേ. അപ്പൊ എന്തൊക്കെ നമ്മൾ കഴിക്കാറുള്ളത്? പാല്, മുട്ട, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം അടങ്ങുന്ന ഒരുപാട് ഐറ്റംസ് നമുക്ക് എല്ലാ ദിവസവും കുറച്ച് കുറച്ചായിട്ട് അമ്മമാർ തരാറുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ സമയത്തും നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കാരണം ആ സമയത്ത് നമ്മൾ ആ എല്ലാ ഇൻഗ്രീഡിയൻസ് കഴിക്കുമ്പോഴും നമുക്ക് മുടിക്ക് വളർച്ച കൂടുന്നതും നമ്മുടെ ഫേസിലൊക്കെ പിമ്പിൾസ് വരുന്നതും മാർക്ക് കുറയുന്നതും ഫേസ് ഗ്ലോ ആയിട്ടിരിക്കുന്നതും എല്ലാവർക്കും തിരിച്ചറിയുന്ന കാര്യം തന്നെയാണ്. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എന്താണ് ഭംഗി കൂടിയിട്ടുണ്ടല്ലോ, അടിപൊളിയായിട്ട് സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ എല്ലാവരും പറയുന്നത് കേൾക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ സംഭവങ്ങൾ. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഹെയർ ഒക്കെ നല്ലോണം നമ്മൾ കെയർ ചെയ്യും. കാൽസ്യ ഗുളിക കഴിക്കും. കാൽസ്യം അയണിന്റെ ഒക്കെ ടാബ്ലറ്റ് നമ്മൾ എടുക്കാറുണ്ട് അല്ലേ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത്. അല്ലാത്ത സമയത്ത് നമുക്ക് അതിന്റെ അളവൊക്കെ കുറയുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ കൂടുന്നുണ്ടായിരിക്കാം. അതിനനുസരിച്ച് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ അറിയാൻ പറ്റൂ കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഓവറായിട്ട് ടെൻഷൻ ആകാതിരിക്കുക, സ്ട്രെസ് കൊടുക്കാതിരിക്കുക. മൈൻഡിന് എപ്പോഴും ഓവറായിട്ട് ഇങ്ങനെ ആലോചിച്ച് സ്ട്രെസ് കൊടുക്കാതിരിക്കുക വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ചെറിയ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് തന്നെ വിട്ട് ഒഴിവാക്കുക. എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ തന്നെ നമുക്ക് നമ്മുടെ ബോഡിയായിട്ടുള്ള മൽപ്പിടുത്തം ഒഴിവാക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക, അറിയിക്കുക. കൂടുതൽ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. അപ്പൊ നമ്മുടെ എണ്ണയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കറിവേപ്പിലയാണ്, പിന്നെ മുറികൂട്ടി, കരിഞ്ജീരകം, ഗ്രാമ്പു, ഉലുവ, ചെമ്പരത്തി പൂവും അതിന്റെ മൊട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മുരിങ്ങയിലയാണ് കേട്ടോ. സാധാരണ നമ്മുടെ മുരിങ്ങയില നമ്മൾ കറി വെച്ച് കഴിക്കാറില്ലേ, അത്. പിന്നെ കൃഷ്ണതുളസി, 2 തണ്ടല്ല, ഒരു തണ്ടിന്റെ 2 പീസാക്കിയതാണ് കേട്ടോ, നമ്മുടെ കറ്റാർവായന്റെ പീസ്. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടാണ് എല്ലാം ഒരുപോലെ തന്നെ നമ്മുടെ എണ്ണയിൽ കടന്ന് മൂത്ത് വരുള്ളൂ കേട്ടോ. അങ്ങനെയാണ് നമ്മൾ എണ്ണ തയ്യാറാക്കി എടുക്കുന്നത്.
ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതിന് പകരം ചെറുതായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് അങ്ങനെ ചെയ്യുമെങ്കിലും ചെയ്യാം. ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാൻ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. മൺപാത്രത്തിലാണ് കേട്ടോ നമ്മൾ എണ്ണ കാച്ചെടുക്കുന്നത്. അര ലിറ്റർ പ്യൂർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വീട്ടിൽ തന്നെ ആട്ടിയെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്നത് എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കൽ കരിഞ്ജീരകമാണ്. അതിൻ്റെ കൂടെ തന്നെ ഗ്രാമ്പൂ ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ തലയിൽ പേൻ ശല്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ താരനും കുറയാറുണ്ട് ഗ്രാമ്പു ചേർത്തിട്ടുള്ള ഓയിൽ തലയിൽ തേക്കുന്ന സമയത്ത്. ഇപ്പൊ ഈ പാന് ചൂടായിട്ടൊന്നുമില്ല കേട്ടോ. മൺപാത്രം ആകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് തീ ഓവറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് കരിയിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു പാകത്തെ കുക്കാവുന്ന സമയത്ത് പാൻ ഓഫ് ചെയ്തിട്ട് പാനിൽ നിന്ന് മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെക്കുക. ഇല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ കെയർ ചെയ്യുന്നോ അത്രയും നമ്മുടെ ഇൻഗ്രീഡിയൻസ് കരിയാതെ ഇരിക്കും കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് നമ്മൾ ഇതിൽ മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോഴാണ് ഒരുപാട് കരിയിച്ചെടുക്കരുത്. ഒരിക്കലും എണ്ണ കാച്ചുമ്പോൾ അതിൻ്റെ മൂപ്പ് കൂടി പോകരുത് എന്നാണ് പറയാറ്. കാരണം ഇത് മൂത്ത് വരുന്നത്, ഇത് മൊരിഞ്ഞു വരുന്നത് കരിഞ്ഞു പോകരുത്. അപ്പൊ ആ കരി പോലെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണയുടെ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ എണ്ണ കുക്കാവാറായിട്ടുണ്ട്. ഇനി 1 മിനിറ്റിന്റെ അടുത്ത് വേണ്ടി വരും തോന്നുന്നില്ല കേട്ടോ. കാരണം മൺപാത്രം കൂടെ അല്ലേ. അപ്പൊ ഇത് അത്ര ആകുമ്പോഴത്തേന് തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാറുണ്ട്. മൺപാത്രത്തിൽ ഉണ്ടാക്കുന്നവർ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. കാരണം പിന്നെ മൺപാത്രത്തിന്റെ ആ ചൂട് കൊണ്ട് കുറച്ച് സമയം എടുക്കുമ്പോൾ തന്നെ ഇത് പാകത്തിന് കുക്കായി കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും പാകത്തിന് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി ബാക്കി കുക്കാവുള്ളത് ഈ പാനിന്റെ ചൂട് കൊണ്ട്, ഈ മൺപാത്രത്തിന്റെ ചൂട് കൊണ്ട് തന്നെ കുക്കായിക്കോളും. ഇത് കണ്ടോ, കറ്റാർവാഴ ഇതൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. ലീഫുകളൊക്കെ നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് തണുത്തിട്ട് വേണം ബോട്ടിലേക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1/2 ലിറ്റർ എണ്ണ വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ എണ്ണ ചൂടാറി ഒരു ബോട്ടിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, എണ്ണ നല്ലതാന്ന് വിചാരിച്ചിട്ട് ഒത്തിരി ഓയിലൊന്നും നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കരുത് കേട്ടോ. കാരണം എണ്ണ ഒലിച്ചിറങ്ങുന്നത് പോലെ തലയിലാക്കി വെക്കരുത്. കാരണം എന്താണോ, നമ്മൾ കോമ്പായിട്ട് ചീകുന്ന സമയത്ത് ആ കോമ്പിൽ ഹെയർ പൊട്ടിപ്പോരാനും, നമ്മൾ കൈ വെച്ചിട്ട് വലിക്കുന്ന സമയത്താണെങ്കിലും ഹെയർ പൊട്ടിപ്പോരാനും കൂടുതൽ ഹെയർ കൊഴിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കുറഞ്ഞ അളവിൽ മാത്രം കയ്യിലെടുത്ത് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ രാത്രി കിടക്കുന്ന സമയത്ത് ഒരല്പം മാത്രം ഞരമ്പ് നമുക്ക് നല്ലതുപോലെ മസാജ് ചെയ്തതിന് ശേഷം ഒരല്പം എണ്ണ ഉപയോഗിച്ച് നമ്മുടെ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഉൾവശത്തൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പുതിയ പുതിയ ബേബി ഹെയർസ് കിളിർത്ത് വരുന്നത് നമുക്ക് അറിയാൻ പറ്റൂ കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഓയിലിന്റെ വിശേഷങ്ങൾ. അപ്പൊ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക കേട്ടോ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഹിസ് ലൈഫ്.